അതെന്താ? നിങ്ങളെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണ്ടേ? നിങ്ങളെക്കുറിച്ചുള്ള നല്ല പദ്ധതികൾ നിങ്ങളുടേതല്ല. നിങ്ങളെക്കുറിച്ചുള്ള നല്ല വിചാരങ്ങൾ നിങ്ങളുടേതല്ല. എൻ്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരം, എൻ്റെ വഴികളല്ല നിന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്നത് പോലെ വലുതായൊരു വിചാരം എനിക്ക് നിന്നെക്കുറിച്ചുണ്ട്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങളുടേതാണ് ഏറ്റവും വലിയ പദ്ധതി എന്ന്. നോ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് വലുത്. അതുകൊണ്ട് നിങ്ങളെക്കാൾ അധികം നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുക. നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ പദ്ധതിയാണ് വലുതെന്ന്. ശീമോൻ പത്രോസിന്റെ പടകിനെ നിറച്ച ശേഷം യേശു ശീമോനോട് പറയുന്നൊരു വാക്കുണ്ട്, കമോൺ, എന്നെ അനുഗമിക്കുക. വല നിറച്ച ശേഷം യേശു പറയുക, എന്നെ അനുഗമിക്കണം. എന്തോ ഒരു ഭാഗമാണ്. ശൂന്യമായിരുന്നപ്പം യേശു പുറകെ വരാൻ പറഞ്ഞില്ല. എല്ലാം നിറച്ചു കഴിഞ്ഞ് പറയുക, എന്റെ പുറകെ വരിക. നമ്മൾ പ്രാർത്ഥിച്ച് ഒരു വഴിയൊക്കെ തുറന്ന ശേഷം കർത്താവ് പറയുക, അതെല്ലാം ഇട്ടിട്ട് വരാൻ. കർത്താവ് പലപ്പോഴും അങ്ങനെയാ. ഈ പത്രോസ് അന്ന് യേശുവിന്റെ പുറകെ പോയില്ലായിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ? അവൻ ആ മീനെല്ലാം കൊണ്ട് വിറ്റ് കുറച്ച് പടകും കുറച്ച് വലയും വീണ്ടും വാങ്ങി പിന്നെയും മീൻ പിടിക്കും. അങ്ങനെ പിടിച്ച് താൻ വലിയൊരു ഫിഷ് മാർക്കറ്റിംഗ് അങ്ങ് തുടങ്ങും. ലാസ്റ്റ് എവിടെ എത്തും? ചാള, ചൂര, മത്തി, അയല ഒക്കെ വിറ്റ് പുള്ളിയുടെ ജീവിതം അങ്ങ് തീരും.